ഹായ്, ഞാൻ സെയ്ദ് CJ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റേഷ്യോ അനാലിസിസ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തിനാണ് ഈ റേഷ്യോ അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ് റേഷ്യോ അനാലിസിസ്. ഒരു കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലൂടെ ആ കമ്പനിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളിലെ ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ്. ഒരു കമ്പനിയുടെ റേഷ്യോ അനാലിസിസ് നമുക്ക് നോക്കുമ്പോൾ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അഥവാ ഷോർട്ട് ടേം സോൾവൻസി അഥവാ വളരെ ഷോർട്ട് പീരീഡിൽ ആ കമ്പനിക്കുള്ള ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലൂടെ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ എളുപ്പത്തിൽ ഒരു പ്രാക്ടിക്കൽ സെഗ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3 സിനാരിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിക്കും റേഷ്യോ അനാലിസിസ് ഒക്കെ ജസ്റ്റ് ഒരു എക്സാം ഓറിയൻറ്റഡ് ഒരു പഠനം എന്നല്ലാതെ അതിനെ വളരെ ഡീപ്പായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രൊഫഷണൽസ് വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഓരോ റേഷ്യോസ് ആണെങ്കിലും, അപ്പോൾ കറണ്ട് റേഷ്യോ ആവാം, ലിക്വിഡിറ്റി റേഷ്യോ ആവാം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആവാം, എന്ത് ടേൺ ഓവർ റേഷ്യോ ആവാം, ഏത് തരത്തിലുള്ള റേഷ്യോ നമ്മൾ എടുത്താലും ഓരോ റേഷ്യോസിനെയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കി ആ റേഷ്യോസ് കൊണ്ട് ആ കമ്പനിയുടെ കറക്റ്റ് പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിലൂടെ നമ്മൾ കമ്പനിയുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കണം. വീക്ക്നെസ് ആണെങ്കിൽ വീക്ക്നെസ്സിനെ സോൾവ് ചെയ്തിട്ട് കമ്പനിയെ അടുത്ത സ്റ്റേജിലേക്ക് അപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും ഡിസിഷൻസും നമ്മൾ എടുക്കണം. സ്ട്രെങ്ത് ആയിട്ടുള്ള മേഖലയെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാനുള്ള കുറേ സ്റ്റെപ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനൊരു 3 സിനാരിയോയിലൂടെ കറണ്ട് റേഷ്യോസിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന റേഷ്യോസാണ് കറണ്ട് റേഷ്യോ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മാത്രം നിലനിൽക്കുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുക. ഒരു വർഷം മാത്രം നിലനിൽക്കുന്ന ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുക. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധം കുറിക്കുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫേവറബിൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ 2020, 2021, 2022 ഈ പറയുന്ന 3 വർഷത്തെ ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. 2020 ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റ് കിടക്കുന്നത് 600 CR ആണ്. ഒരു കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് കിടക്കുന്നത് 300 CR ആണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറണ്ട് റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഈ 2:1 എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 രൂപ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ 2 രൂപ ഫണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് 2:1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേ കമ്പനിയുടെ തന്നെ 2022 ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് സ്ക്രീനിൽ നോക്കാം. കറണ്ട് അസറ്റ് കിടക്കുന്നത് 300ഉം കറണ്ട് ലയബിലിറ്റീസ് കിടക്കുന്നത് 300ഉമാണ്. ഇവിടുത്തെ ഈ ഒരു കേസിൽ കറണ്ട് റേഷ്യോ നോക്കുമ്പോൾ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് നോക്കുമ്പോൾ 1:1 ആണ്. 1:1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 1 രൂപ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ അഥവാ കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷനാണ്. 1 രൂപയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ 1 രൂപയുണ്ട് എന്നാണ് 2:1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കുഴപ്പമില്ല, നമുക്കൊരു എന്താ പറയുക, അത്ര റീസണബിൾ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഇതേ കമ്പനിയുടെ തന്നെ 3ാമത്തെ വർഷം നമുക്ക് നോക്കുകയാണെങ്കിൽ 2022 ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് സ്ക്രീനിൽ നോക്കാം. കറണ്ട് അസറ്റ് കിടക്കുന്നത് 200ഉം കറണ്ട് ലയബിലിറ്റീസ് കിടക്കുന്നത് 300ഉമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു 3ാമത്തെ വർഷം കമ്പനിയുടെ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസിനേക്കാളും കുറഞ്ഞു. 200 CR കറണ്ട് അസറ്റും 300 CR കറണ്ട് ലയബിലിറ്റീസും വന്നു. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് കൂടി. ഈ കേസിൽ 3ാമത്തെ ഇയറിൽ നമ്മുടെ കമ്പനിയുടെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കറണ്ട് റേഷ്യോ കിടക്കുന്നത് 0.67:1 ആണ്. 0.67:1 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? 1 രൂപ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ 67 പൈസയേ ഉള്ളൂ എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കാരണം നമ്മളെ കയ്യിൽ നമ്മളെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള റീസണബിൾ ആയിട്ടുള്ള കറണ്ട് അസറ്റ് ഇല്ല, അഥവാ ഷോർട്ട് ടേം അസറ്റ് നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ, ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേഷ്യോ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ തരത്തിൽ കമ്പനിയെ മനസ്സിലാക്കി ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിനെ അനലൈസ് ചെയ്ത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകളും സ്ട്രാറ്റജീസുകളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽസിനെ മാത്രമേ ഇന്നത്തെ കമ്പനികളും ബിസിനസ്സുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ.
അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുള്ള കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റിയുള്ള പ്രൊഫഷണൽസായിട്ട് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ലൈവായിട്ട് ഒറിജിനൽ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്കുകളും ടാക്സ് വർക്കുകളൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറാം. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ടാസ്ക് നടത്തുന്ന ഇൻ്റർനാഷണൽ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ടാസ്കിൻ്റെ 4 to 5 months നീണ്ടു നിൽക്കുന്ന ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന റേഷ്യോസിൻ്റെ എല്ലാ തരത്തിലുള്ള റേഷ്യോസും ധാരാളം സിനാരിയോസ് ഇട്ടുകൊണ്ടും ഒറിജിനൽ കേസ് സ്റ്റഡീസ് ഇട്ടുകൊണ്ടും റേഷ്യോസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് റീഡിംഗ് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അക്കൗണ്ട്സിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് മാറാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്